നമസ്കാരം. LDF വരും, എല്ലാം ശരിയാകും എന്നൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ടെല്ലാം ശരിയായോ? ശരിയായിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്കല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും. PR വർക്കിലൂടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കസേര നിലനിർത്തിയത്. ഇപ്പോഴിതാ മന്ത്രി കസേര നിലനിർത്താൻ മുഹമ്മദ് റിയാസിന്റെ ടൂറിസം വകുപ്പിന് ധനമന്ത്രി KN ബാലഗോപാൽ നൽകിയിരിക്കുന്നത് കോടികളാണത്രേ, കോടികൾ. സപ്ലൈകോയ്ക്കും കാരുണ്യക്കും പോലും ആവശ്യത്തിന് പണം കൊടുക്കാത്ത ധനമന്ത്രിയാണിത്. മുഹമ്മദ് റിയാസ് കോടികൾ ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ അനുവദിക്കും. മന്ത്രിമാർക്കിടയിൽ തന്നെ ബാലഗോപാലിന്റെ ഈ റിയാസ് പേടി ഏതാണ്ട് സംസാര വിഷയമാണ്. റിയാസിന്റെ ടൂറിസം വകുപ്പിന് പരസ്യത്തിന് മാത്രം നൽകിയത് 130.39 കോടി രൂപയാണ്. KN ബാലഗോപാലിന്റെ ഒരു അധിക പ്രസംഗം ഒന്ന് ഓർത്തു നോക്കണം. 2021 മെയ് 20 മുതൽ 19/6/2024 വരെയുള്ള കണക്കാണിത്. തിരുവനന്തപുരത്തെ 2 ഏജൻസികളും ന്യൂഡൽഹിയിലും കൊച്ചിയിലുമുള്ള ഏജൻസികളുമാണ് ടൂറിസം വകുപ്പിന്റെ സ്വന്തം പരസ്യ ഏജൻസികൾ. PRDA മുഖ്യമന്ത്രിക്കും റിയാസിനും അത്ര വിശ്വാസമൊന്നും പോരാ. അവർക്ക് പോസ്റ്റ്മാന്റെ ഏതാണ്ട് ജോലി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. LDF വരും, എല്ലാം ശരിയാകുമെന്ന പരസ്യവാചകം തയ്യാറാക്കിയ കൊച്ചിയിലെ മൈത്രി ഏജൻസി, തിരുവനന്തപുരത്തെ MD നികെ എന്നീ പരസ്യ ഏജൻസികൾക്കാണ് ടൂറിസം വകുപ്പ് കോടികളുടെ പരസ്യം നൽകിയെന്ന മുഹമ്മദ് റിയാസ് നിയമസഭയിൽ രേഖാമൂലം യാതൊരു ഉളുപ്പുമില്ലാതെ മറുപടി നൽകിയത്. നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരത്തിന് സ്റ്റാർക്ക് ഏജൻസിക്ക് 121.92 കോടിയും ഇൻവെസ്റ്റിന് 33.41 ലക്ഷവുമാണ് നൽകിയത്. മൈത്രി ഏജൻസിക്ക് നൽകിയതാട്ടെ 5.05 കോടി. പത്രങ്ങൾക്കും മാഗസിനുകൾക്കും ലോക്കൽ പരസ്യങ്ങളിൽ നൽകിയത് 3.07 കോടി. ഓണം, ക്രിസ്മസ്, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്, ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട പരസ്യ പ്രചാരണമാണ് മൈത്രി ഏജൻസിക്ക് നൽകിയത്. മറ്റു വകുപ്പുകളും പരസ്യ പ്രചാരണത്തിന് മൈത്രിയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. കുറ്റം പറയരുതല്ലോ. LDF വന്നപ്പോൾ എല്ലാം ശരിയായത് മൈത്രിക്ക് മാത്രം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? മൈത്രി അമ്മാതിരി പണിയെടുത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് രണ്ടാമതും കസേര കിട്ടിയത്. അവർ ആദ്യവും പണിയെടുത്തു, രണ്ടാമതും പണിയെടുത്തു. അത്രയേറെ പണിയെടുക്കുന്ന ഒരു ടീമിന് പൈസ കൊടുക്കണ്ടായോ? അത് കൊടുക്കണ്ട എന്ന് പറയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഇപ്പോഴിതാ മരുമകൻ അധികാരത്തിൽ വന്നതോടുകൂടി, ഭരണം ഏറ്റെടുത്തതോടുകൂടി തന്നെ മരുമകന്റെ വക PR വർക്ക്, അത് ഫേസ്ബുക്ക് തുറന്നാൽ ഉടനെ അത് മാത്രമായിരുന്നു ഒരു ഘട്ടത്തിലൊക്കെ വന്നത്. പിന്നീട് ആ ഒരു പ്രതിച്ഛായ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് കുറച്ച് പിൻവാങ്ങിയിരുന്നു. എന്നാലും മുറയ്ക്ക് നടത്തി. എന്തായാലും KN ബാലഗോപാലിന് ഒരു അസ്വസ്ഥതയില്ലേ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. കാരണം ബാലഗോപാലിന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ബാലഗോപാൽ ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ധനക വകുപ്പിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് പദ്ധതികളെല്ലാം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ഈ പദ്ധതികളെല്ലാം ഇങ്ങനെ വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥ വന്നത് അനാവശ്യമായ ചെലവ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെയും മരുമകന്റെയും PR വർക്കുകൾക്ക് പണം അനുവദിക്കാനൊന്നും ഒരു മടിയുമില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് പദ്ധതികൾക്ക് അനുവദിക്കാൻ പറ്റാത്തത്? അപ്പോൾ എല്ലാ പണവും വടിച്ചു വാരി തൂത്തിയെടുത്ത് മുഖ്യമന്ത്രിയുടെയും മരുമകന്റെയും ഒക്കെ കാര്യങ്ങൾക്കും മന്ത്രിമാരുടെ ചികിത്സയ്ക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുകയാണ്. പദ്ധതികളെല്ലാം വെറുതെ കടലാസിൽ ഒതുങ്ങുകയാണ്. ഇതിനെയാണ് കടലാസിൽ പദ്ധതികൾ ഉറങ്ങുക എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിക്ക് എന്തായാലും യാതൊരു ഉളുപ്പുമില്ലാതെ തന്നെ ഇക്കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ജനങ്ങളോടും പറയാൻ മടിയൊന്നുമില്ല. എന്തു കാര്യം ചെയ്താലും അതിനൊരു ന്യായീകരണം സർക്കാർ തലപ്പത്തിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ തന്നെയാണ് ഈ പദ്ധതി വെട്ടിച്ചുരുക്കൽ വഴി ബാലഗോപാൽ നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഈ പ്ലാൻ B ഓപ്പറേഷൻ, അതാണ് ഈ പദ്ധതി വെട്ടിച്ചുരുക്കൽ ഓപ്പറേഷൻ, അത് നിർദ്ദേശിച്ചു കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. കാരണം ധനമന്ത്രി അവിടെ ചെന്ന് കാല് പിടിച്ചു പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ കയ്യിൽ 10 പൈസയില്ല, പിച്ചച്ചട്ടി എടുത്തിരിക്കുകയാണ്, ദൈവത്തെ ഓർത്ത് മുഖ്യമന്ത്രി ഇനിയെങ്കിലും ദൂർത്തൊന്ന് നടത്തണമെന്ന്. പക്ഷേ മുഖ്യമന്ത്രി ഉണ്ടോ കേൾക്കുന്നു? മൈത്രി ഏജൻസിക്കൊക്കെ പരസ്യം കൊടുത്തില്ലെങ്കിലുള്ള ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് വലിയ പുലിവാലാകും പിടിക്കുക.
ഇനി എന്തെങ്കിലും ഒരു മുഖമുയർത്തി നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിലും ഇപ്പോ മുഖമുയർത്തി നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഏതാണ്ട് പൊതുജനത്തിന് കാര്യം മനസ്സിലാവുകയും ആ ഉത്തരം അവർ ജനവിധിയിലൂടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പും മുഖ്യമന്ത്രിയുടെ ഈ പരസ്യ പ്രചാരണങ്ങൾ നമ്മൾ കാണേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ മാത്രമല്ല കേട്ടോ, പ്രത്യേകിച്ച് മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റേതും. റിയാസിനെ പൊക്കിപ്പിടിച്ച് എന്തെല്ലാം തരത്തിലായിരിക്കാം പരസ്യം നൽകുക എന്ന് ആലോചിച്ച് ഇപ്പോഴേ ഈ ഏജൻസികളെല്ലാം തലപുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രയേറെ ക്ലീൻ ഇമേജ് ഇവർക്ക് സൃഷ്ടിച്ചെടുക്കണമല്ലോ. അപ്പോൾ അത്രയേറെ തലപുകയാണ്ട് അത് അങ്ങനെ ഒരു വഴി കിട്ടുകയുമില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മരുമകൻ റിയാസും ഒക്കെ ഇത്തരം ഏജൻസികളെ എടുത്തിരിക്കുന്നത്. എന്തായാലും മൈത്രി ഏജൻസി ഉൾപ്പെടെയുള്ള ഈ പരസ്യ ഏജൻസികളുടെ അകത്തിരിക്കുന്ന ഈ വർക്ക് ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കണം. കാരണം അപാര ബുദ്ധി തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നില്ല, നിങ്ങളുമൊക്കെ ഈ രാഷ്ട്രീയത്തിന്റെ ശോച്യാവസ്ഥയൊക്കെ കാണുന്നില്ല. എന്നിട്ടും എങ്ങനെയാണ് പൈസക്ക് വേണ്ടി നിങ്ങൾക്ക് ഇത്തരം ജടിലമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാകുന്നതേയില്ല. മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അവരോധിക്കുന്ന തരത്തിലുള്ള പ്രചാരണമായിരിക്കും ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് മുൻനിർത്തി CPM നടത്താൻ പോകുന്നത്. കാരണം ഇതിനെയൊന്നും എതിർക്കാനായിട്ട്, മുഖ്യമന്ത്രിയെ എതിർക്കാനായിട്ട് CPM-ൽ ആർക്കും യാതൊരു താല്പര്യമില്ല. ഈ വിമർശനമൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രിക്ക് നേരെ, പിണറായി വിജയന് നേരെ ആരാണ് അതിനകത്തൊന്ന് സംസാരിക്കുക? യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഒക്കെ സംസാരിക്കുമെന്ന് കരുതിയാണോ? തോന്നുന്നില്ല. ഇതൊക്കെ ഒരു വിമർശനം ഉണ്ടാക്കുന്നു, ഒരു തിരുത്തൽ വരുത്തുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി CPM തന്നെ കളിക്കുന്ന, CPM പക്ഷ മാധ്യമങ്ങളൊക്കെ കൂടി ചേർന്ന് കളിക്കുന്ന ചില കളികളായിരിക്കില്ലേ? അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഡൽഹിയിലേക്ക് ചായ കുടിക്കണമെങ്കിൽ പോലും ചെലവിനുള്ള പൈസ കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ നിന്നാണ്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്ക് നേരെ ആരാണ് ഇപ്പോഴായാലും സംസാരിക്കാനും എതിർത്ത് നിന്നൊക്കെ സംസാരിക്കാൻ ഒരുങ്ങുക? ഇതൊക്കെ ഒരു പ്രഹസനമാണ് എൻ്റെ സജി എന്നല്ലേ പറയാൻ പറ്റൂ. നന്ദി.